രാഹുൽ ഈശ്വർ. ഹാഷ്മി, രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ലോക ഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ കരിയും കരിമ്പരുന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹൈക്കോടതിയുടെ കഴിഞ്ഞ വർഷത്തെ വിധിയിൽ ജയശങ്കർ നമ്പ്യാർ സാറും ജസ്റ്റിസ് പി ഗോപിനാഥൻ സാറും ഒക്കെ ആനകളെ പരേഡ് ചെയ്യുന്നതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. താത്വികമായി ഇങ്ങനെ പറയാമെങ്കിലും പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ, വ്യാവഹാരിക ഗ്രൗണ്ട് ലെവലിലേക്ക് വരുമ്പോൾ പലർക്കും അത് ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെയാണ് നമുക്ക് സമവായവും സമന്വയവും വേണം. അങ്ങേക്ക് ശ്രീ ആർ വി ബാബുചേട്ടനെ അറിയായിരിക്കും. ഞങ്ങളടക്കം ആചാരവും വിശ്വാസവും എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുമ്പോൾ ശബരിമല അടക്കമുള്ള കേസിൽ പോലും ഒരു വ്യത്യസ്ത നിലപാടെടുത്ത വ്യക്തിയാണ്. പക്ഷേ ഈ ചർച്ചയിൽ നോക്കൂ, അദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം അതിശക്തമായി ആചാരത്തിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങളോടൊപ്പം ഫൈറ്റ് ചെയ്യും. അവിടെയാണ് ഈ വിഷയം ആരെങ്കിലും പ്രകോപിപ്പിക്കാനോ ഡിബേറ്റ് ചെയ്ത് തോപ്പിക്കാനോ അല്ല. നമ്മുടെ ജനങ്ങളാണ് മരിക്കുന്നത്, നമ്മുടെ കാശാണ് പോകുന്നതെന്ന തിരിച്ചറിവ് കൊണ്ട് എനിക്ക് ആനയെ വേണം, എനിക്ക് ആനയെ ഇഷ്ടമുള്ള വ്യക്തിയാണ്. എന്നാൽ അമിത ആർഭാടത്തിലേക്ക് പോകാത്ത ഒരു സമീപനം നമുക്ക് എടുക്കാൻ കഴിയണം. ഒന്നും വേണ്ട എന്നല്ല, എന്ത് ബെറ്റർ ആണ് വേണമെന്ന് പറയണം. കൂടുതൽ ചാരിറ്റി അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പലപ്പോഴും ഒരു കാർണിവൽ സ്പേസ് ആണ് ഒരുക്കപ്പെടുക, ഒരു സെലിബ്രേഷനോ മറ്റു പറയുന്ന സ്പേസ്. സ്പിരിച്വൽ കോണ്ടന്റ് ചിലപ്പോഴെങ്കിലും കുറവാണ്. കുറച്ച് സ്പിരിച്വൽ കോണ്ടന്റ് കൂട്ടുകയും 10 ആനയ്ക്ക് പകരം നമുക്കൊരു 3 ആനയാക്കാം, 3 ആനയ്ക്ക് പകരം 1 ആനയാക്കാം. ആന വേണ്ടെന്ന് പറഞ്ഞാൽ ഞാനടക്കമുള്ള വിശ്വാസികളുടെ മനസ്സ് മുറിപ്പെടും. ഞാനടക്കം തൃശ്ശൂർ പൂരത്തിൽ ആനയെ കണ്ട് വളർന്ന അല്ലെങ്കിൽ കണ്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ഞങ്ങളുടെ അടക്കമുള്ള എല്ലാ അമ്പലങ്ങളിലും ആനയുടെ എഴുന്നള്ളിപ്പൊക്കെ ഉണ്ട്. അപ്പം ഭഗവാൻ ആനയുടെ പുറത്ത് തിരുമ്പേറി വരുന്നത് കണ്ട് തൊഴാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഞാൻ അടക്കമുള്ള വിശ്വാസികളെ വിശ്വാസത്തിലെടുത്ത് ഗവൺമെൻറ്, കോടതി, നിയമ സംവിധാനങ്ങൾ, തന്ത്രി സമാജത്തെ അല്ലെങ്കിൽ പൂജാരിമാരുടെ സമൂഹത്തെ, വിശ്വാസ സമൂഹത്തെ വിളിച്ച് ഒരു സമവായം ഉണ്ടാക്കി ബെറ്ററായിട്ട് ഈ കാര്യത്തെ മാനേജ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. അല്ലാതെ ഞങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ട് യന്ത്രമനുഷ്യൻ്റെ റോബോട്ടുള്ള ആനയെ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ആവശ്യമില്ലാതെ പരിചയം എടുക്കും. നിങ്ങൾ വാളെടുത്താൽ ഞങ്ങൾ പരിചയം എടുക്കും. കാര്യം ഞങ്ങൾ വിശ്വാസത്തെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവരാണ്. എന്നാൽ നേരെ തിരിച്ച് ഗവൺമെന്റോ കോടതിയോ സമൂഹത്തെ വിളിച്ച് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും അടക്കമുള്ളവർ പറയുന്നത്, ഞാൻ അതാണ് പറഞ്ഞത്, അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കടുത്തുപോയതായിരിക്കാം. ഞാൻ ഒരു സെക്കൻഡ് സാർ, അല്ല എനിക്കറിയാം ഒരുപാട് പോരാടിയോണ്ട് അങ്ങയുടെ വാക്കുകൾ കടുത്തുപോയോണ്ടായിരിക്കാം സാർ. ആയിക്കോട്ടെ, ഞാൻ അങ്ങ് അംഗീകരിക്കുന്നു, അങ്ങ് എന്നേക്കാൾ വലിയ വിശ്വാസിയാണ്. പക്ഷേ അങ്ങയുടെ വാക്കുകൾ സാധാരണ വിശ്വാസികളെ മുറിപ്പെടുത്തുമ്പോൾ അനാവശ്യമായി നമ്മുടെ ഇടയിൽ ഭിന്നത ഉണ്ടാകും, തർക്കം ഉണ്ടാകും. നേരെ തിരിച്ച് ആന ഉടമകളെയും കൂടെ കൂട്ടി, ഈ ആന തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ടിലെ കാളയെ പോലെ അല്ലെങ്കിൽ പശുവിനെ പോലെ ഇന്ത്യ മുഴുവൻ ആന നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ ആന ഇതേപോലെ ഇപ്പൊ ആന്ധ്രാപ്രദേശിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇതേപോലെ ഇപ്പൊ ഗുജറാത്തിൽ ആന എഴുന്നള്ളിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവൻ കേരളത്തിന്റെ പൈതൃകവുമായി ബന്ധപ്പെട്ടൊക്കെ വന്ന കാര്യമാണ്. അപ്പോൾ ഒരു സമവായത്തിലെടുത്ത് ഇത് കുറച്ചൊക്കെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ആന വേണം, പക്ഷെ ആനയെ ബാൻ ചെയ്യേണ്ട. അവിടെയാണ് റെഗുലേഷൻ കൊണ്ടുവരിക, റെസ്ട്രിക്ഷൻ അല്ല. ബാനിങ് കൊണ്ടുവന്നാൽ അത് പ്രായോഗികമല്ല. ഇപ്പം സുപ്രീം കോടതി എന്താ പറഞ്ഞത്? സുപ്രീം കോടതി ഡിസംബർ 2024 സുപ്രീം കോടതി ഈ കേസ് വീണ്ടും എടുത്തു, ഡിസംബർ 19. അപ്പോൾ തിരുവമ്പാടി ദേവസ്വം അടക്കം സുപ്രീം കോടതി ചെല്ലുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞാണ്, രാഹുൽ ഈശ്വറിന്റെ വാക്കുകളല്ല, ഹൈക്കോടതി പറഞ്ഞ പല കാര്യങ്ങളും ഇംപ്രാക്ടിക്കലാണ്. കേരള ഹൈക്കോടതിയുടെ ഇംപ്രാക്ടിക്കൽ റൂൾസ് ഞങ്ങൾ ഹോൾട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം പ്രായോഗികത ഇല്ലാതെ സ്കോർ ചെയ്യാൻ സംസാരിച്ചിട്ട് കാര്യമില്ല. ആൾക്കാർ മരിച്ചിരിക്കുന്ന അവസരമാണ്, നമ്മളതിൻ്റെ വിഷമം മനസ്സിലാക്കുന്നു. ഇപ്പോൾ പുറ്റിങ്ങൽ 120 പേരോളം മരിച്ചു, 3 കിലോമീറ്ററുള്ള കാര്യങ്ങൾ നാമാവശേഷമായി. നമുക്കപ്പം വേണ്ടത് അതിൻ്റെ ബെറ്റർ ടെക്നിക്സ് ഉണ്ടാക്കണം. പൈറോ ടെക്നിക്സ് അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം, എക്സ്പേർട്സിനെ കൊണ്ടുവരണം, ബെറ്റർ ഗൈഡ് ലൈൻസ് കൊണ്ടുവരണം. ഇതെല്ലാവരും എല്ലാം അനുസരിക്കാൻ തയ്യാറാകും. വിശ്വാസികൾ പൊതുവെ ആ രീതിയിൽ അനുസരണയുള്ളവരാണ്. പക്ഷേ ഞങ്ങളെ വേണ്ട, നിങ്ങളൊക്കെ മറ്റേ അധകൃതരാണ്, നിങ്ങളൊക്കെ അങ്ങനെ പുറംപോക്കിലെ ആൾക്കാരാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പറയാമെന്നാൽ നമ്മൾ തിരിച്ചും പറയും. അപ്പം ഇത്തരം കാര്യങ്ങളിൽ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് കാണിക്കേണ്ടത് ഗവൺമെന്റ് ആണ്. വിശ്വാസത്തെ ചിദാനന്ദപുരി സ്വാമിജി, ഞാനും അദ്ദേഹം കൂടെ തൃശ്ശൂരിൽ പങ്കെടുത്തൊരു പരിപാടിയിൽ അദ്ദേഹം ഇത് പറഞ്ഞപ്പം വലിയൊരു പ്രശ്നം ഉണ്ടായി തൃശ്ശൂരിൽ. കാര്യം തൃശ്ശൂരുകാർക്ക് ആന അത്രമാത്രം ഇഷ്ടമാണ്. ചിദാനന്ദപുരി സ്വാമിജി നമ്മളെല്ലാം ആദരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഞാനും കൂട്ടിരുന്ന വേദിയിൽ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉണ്ടായി. അപ്പം സെൻസിറ്റീവായി എല്ലാവരെയും ഒരുമിച്ച്